കള്ളക്കരച്ചിലെ കാര്യം എനിക്ക് അറിയൂടെ എന്റെ കൊച്ചിനെ. എൻ്റെ ലോകത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഇന്ന് തന്നെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും. ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് പ്രോഗ്രാംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചായ. ഏത് സൺഡേ ആയാലും മൺഡേ ആയാലും എനിക്ക് ആദ്യം ചായയാണ്. അപ്പം ചായ ഇട്ടതിന് ശേഷം വിശേഷങ്ങളിലോട്ട് പോവാം. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് മടി കൂടുന്നുണ്ടോ എന്നൊരു സംശയം മാറ്റിയെടുക്കണം. എന്താണെന്ന് അറിയില്ല, കുറേ നാൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നാളാകുമ്പോഴത്തേക്ക് അങ്ങ് ഡൗൺ ആയിപ്പോവും. വീണ്ടും ഞാൻ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഉയർത്തെണീപ്പിക്കും കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഉയർത്തെണീറ്റിരിക്കുകയാണ്. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ലോങ് വീഡിയോസിൻ്റെ എണ്ണം കുറയുന്നുണ്ടോ എന്നൊരു സംശയം ഇന്നലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചായ ഇടണം കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് നീ ജോലിക്ക് പോകണം. അപ്പം അമ്മയ്ക്ക് കുഞ്ഞിനും കൂടെ പുറത്തോട്ട് പോകണം, വേറൊരിടത്ത് പോകാണ്ട്. അപ്പം രാവിലത്തെ പരിപാടികൾ എന്തെന്ന് ചെയ്യാൻ, കാപ്പി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. എന്തായാലും ഓൾറെഡി എല്ലാം ചെയ്യും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മോൻ്റെ സ്കൂളിൽ പോകണ്ടെങ്കിൽ. പിന്നെ ഞാനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി ഉച്ചക്കലത്തേക്ക്. അപ്പോൾ ഇവർ പുറത്ത് പോകുന്നുണ്ട്. മോൻ്റെ കുറേ ദിവസം കൊണ്ട് ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉറങ്ങി പുറത്തോട്ട് പോവുകയല്ലേ, ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അവർ വൈകുന്നേരം എത്തത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി ഫുഡ്. മോളുടെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് ഞാനും അമ്മയും എണീക്കും. അല്ലാത്ത ഇപ്പോൾ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഒരു 6 മണിയൊക്കെ കഴിയും, ഒരു 6:30 6:45 ആവും കേട്ടോ. ഇപ്പം ഞാൻ എണീറ്റപ്പോൾ 6:45. ഇന്നലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചാണ് നമ്മൾ മീൻ വയ്ക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. കിട്ടിയത് വങ്കടയായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മീനാണ് വങ്കട. പിന്നെ തീരെ മീനില്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും മതി. എനിക്കാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മീനിൻ്റെ ഗ്രേവിയോ അങ്ങനെ എന്തെങ്കിലും വേണം. പച്ചക്കറി ഐറ്റംസ് ഒന്നും എന്നെ കൊണ്ട് വലിയ ഇതില്ല. പിന്നെ ഇപ്പോൾ ചീരയൊക്കെ കഴിക്കും, അല്ലാതെ അവിയൽ സാമ്പാർ വലിയ പാടാണ്. ഞാൻ മിക്കപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ മീൻ കൂട്ടാത്തവരൊക്കെ എങ്ങനെയാണോ എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് പോണേന്ന്. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ കഴിക്കാതിരിക്കുന്നവർക്ക് വലിയ കുഴപ്പം കാണില്ല. ഞാനിപ്പോൾ കയ്യിലെടുത്തേക്കണത് ഇന്നലെ വൈകുന്നേരം ഒരു പലഹാരം അമ്മ ഉണ്ടാക്കിയിട്ട് വമ്പ ഫ്ലോപ്പായ ഒരു കാര്യമാണ്. ചെയ്ത് ഫ്ലോപ്പായതല്ല, വെയിറ്റ് ചെയ്ത് ഫ്ലോപ്പായതാണ് കേട്ടോ. സാധാരണ അമ്മ എനിക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. സംഗതി ഒരു വൈകുന്നേരത്തെ പലഹാരത്തിന് വേണ്ടിയിട്ട് 5 മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് അമ്മ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. സംഗതി ഞാൻ എന്നും 6 മണി 6:05 ആകുമ്പോൾ എത്തണ ഞാനാണ്. ഞാൻ ഇന്നലെ എത്തിയപ്പോൾ 8:30 മണിയായി. അപ്പോൾ 6 മണിയായപ്പോൾ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാൻ ലേറ്റാവുന്നു. പക്ഷേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് സംഗതി ഇതങ്ങ് പിരിഞ്ഞു പോയി. അങ്ങനെ അമ്മ എന്നെ വഴക്കും പറഞ്ഞ്, എടി 5 മുട്ട വെച്ച് ഞാൻ ചെയ്ത പരിപാടിയാണ്, അത് ഫ്ലോപ്പായി പോയെന്ന്. അപ്പോൾ നിനക്ക് 4 മണിക്ക് അങ്ങനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നാണ്. പക്ഷേ എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ 2 ആപ്പിൾ വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര വിലയാണ്. 1 കിലോ ആപ്പിളിന് 270 ആയിരുന്നു, ഇപ്പോൾ 230 അപ്പോൾ മോനൂട്ടന് അങ്ങനെ ആപ്പിൾ കൊടുക്കാറില്ല ഈ വില കാരണം കേട്ടോ. അങ്ങനെ പിന്നെ 2 വാങ്ങിച്ച് 250 300 അത്ര ഗ്രാമേ കാണത്തുള്ളൂ. പിന്നെ മുട്ട വാങ്ങിച്ചു. മുട്ട നാടൻ മുട്ടയാണ് വാങ്ങിച്ചത്. പക്ഷേ സംഗതി ഇത് രണ്ടും വെളിയിലാണ് ഇരുന്നത്. അപ്പോൾ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി. ഇന്നലെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അതൊന്നും എടുത്ത് വയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ ചായക്ക് ഞാൻ വെച്ചിട്ട് പോയ ഞാൻ അവസാനം തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. പിന്നീടാണ് കണ്ടത് അയ്യോ തീ കത്തിച്ചില്ലല്ലോ എന്ന്. പിന്നെ പെട്ടെന്ന് തീയൊക്കെ കത്തിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയാം. ഫുൾ ഡേ അല്ല, മോർണിംഗിൽ ആ ഒരു കാര്യം ഒരിടത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴായിരിക്കും വേറൊരു കാര്യം കിടക്കുന്നത്. പിന്നെ അത് ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ മറ്റേ കാര്യത്തിന് പോകും. അപ്പോഴായിരിക്കും വേറൊരു കാര്യം അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പിറകെ പോകും. ഫുള്ള് കിളി പറന്നാണ് നിന്നത്. ഇങ്ങനെ കിളി പറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മൈൻഡ് അത്ര ഓക്കെ അല്ല. കാരണം 2 ദിവസം ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ 3ാമത്തെ ദിവസം എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വന്ന് എൻ്റെ മണ്ടയ്ക്ക് വീഴും കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ടൈം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാനും അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചത് പേഴ്സണലാണ്, അതാണ് പിന്നെ ഞാനത് പറയാത്തത്. കുറച്ചധികം ഊഹിക്കുന്നതിനേക്കാൾ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്ക് അതെങ്ങനെ ഫേസ് ചെയ്യും, എന്ത് ചെയ്യും, അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് കേട്ടോ. അവനൊട്ടും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്നെക്കൊണ്ട് എന്തായാലും പറ്റത്തില്ല. എന്നെക്കൊണ്ട് ചുറ്റും നിൽക്കുന്നവർക്കൊന്നും പറ്റത്തില്ല. അതിനെ അവരവർ തന്നെ അങ്ങ് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വീട് പോട്ടെ. ഇനിയിപ്പോൾ അത് പറഞ്ഞ് ഫുള്ള് വ്ളോഗ് അങ്ങ് സെൻഡ് ആക്കുന്നില്ല. നമ്മളൊക്കെ എത്രയൊക്കെ ശക്തരാണ് ഇരുന്നാലും ചില സമയങ്ങളിൽ നമ്മളങ്ങ് പാളിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ അങ്ങ് വിഷമിച്ചിരുന്നാലും പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ചാടി എണീക്കും. ചില കാര്യങ്ങളിൽ എന്നെ നന്നായിട്ടങ്ങ് തളർത്തിക്കളയും. ഇടയ്ക്ക് വെച്ചൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റായി. എൻ്റെ മൈൻഡിൽ ഞാനങ്ങ് അതങ്ങ്
ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊക്കെ അങ്ങ് മനസ്സിലായി കേട്ടോ. എന്നിരുന്നാലും എപ്പോഴെങ്കിലൊക്കെ അങ്ങ് വീണ്ടും പടുകുഴിയിലോട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ സാധാരണ അമ്മയ്ക്കൊന്നും രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കുന്ന രീതിയില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ചായ ഇടുന്ന രീതി ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ ഒരു ശീലമുണ്ട്. ഏട്ടനൊക്കെ രാവിലെ എണീറ്റാൽ ഉടനെ ചായ വേണം. ബെഡ് കോഫി എന്നൊക്കെ പറയും പോലെ ആ ഒരു സംഭവം വേണം. ഇന്ന് ജോലി സ്ഥലത്ത് 1-2 അപ്പോയിൻമെൻറ്റുകളുണ്ട്. അപ്പോൾ അത് ടൈം അനുസരിച്ചാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലെങ്കിലും നമുക്ക് ഓഫ് ഡേ അല്ല. അപ്പോൾ സൺഡേ ആണെങ്കിലും ചിലപ്പോൾ തിരക്ക് വരാറുണ്ട്. അങ്ങനെ അപ്പോൾ നേരത്തെ ഒരു 10 മണിക്ക് മുമ്പേ എനിക്ക് അവിടെ കയറണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ വേണ്ടാന്ന് കരുതി. അല്ലെങ്കിൽ മീൻ ഇനിയിപ്പോൾ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇന്നലെ വാങ്ങിച്ച മീനാണ്, അതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് കരുതി. പിന്നെ സത്യത്തിൽ ഞാൻ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. അതാണ് ഈ നൈറ്റ് ഇട്ടിരുന്നത്. ഞാൻ എണീറ്റപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോസിൽ എടുക്കാമെന്ന്. ഞാൻ നൈറ്റിൽ അങ്ങനെ വരാറൊന്നുമില്ല. അമ്മ നാളത്തേക്ക് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടുന്നുണ്ടായിരുന്നു. രാവിലെ മോനിട്ടൊരു സ്കൂളിൽ പോകുമ്പോൾ കാപ്പിയൊക്കെ കൊടുത്തയക്കണം. എൻ്റെ ശനി ഞായറും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പുട്ട് അതൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയം ദോശയോ അപ്പോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ. അങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പം മോനിട്ടന് 2 ദിവസത്തേക്ക് മാത്രം മതിയല്ലോ. കാരണം ഞാനും അമ്മയൊന്നും ഇപ്പോൾ രാവിലെ അങ്ങനെ അരി ആഹാരം കഴിക്കാറില്ല. ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും. അങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേസ്റ്റാക്കി കളയണം, എന്തിനാ ആവശ്യത്തിന് മാത്രം എടുക്കാമെന്ന്. ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റിപ്പൊരിച്ചാൽ മാത്രം മതി. മോനോട്ടനും അമ്മയും വെളിയിലോട്ട് പോകണമുണ്ട്. ഉച്ചയ്ക്കത്തേക്ക് മോനോട്ട് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട് ബിരിയാണി വേണമെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞ് ഇന്നൊരു ബിരിയാണി വാങ്ങിച്ച് കൊടുക്കുക, ഞാൻ പുറത്തോട്ട് പോണേ അല്ലേന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് മാത്രം മതി ചോറ്. പിന്നെ അച്ഛനുണ്ട് വീട്ടിൽ, എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനും കൂടെ ചോറും കറിയും മാത്രം മതി. നമ്മുടെ വീട്ടിൽ പേരമരം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരമരം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടാണ് ഞാൻ പേരയ്ക്ക പറിച്ചത്. സംഗതി പുഴുവുള്ള കണക്കൊന്നും എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പറിച്ചത്. സംഗതി നിറച്ച് പുഴുവായിരുന്നു. ഞാൻ പേരയ്ക്ക മുറിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുക അതിനകത്തുനിന്ന് എന്തെങ്കിലും പുറത്തോട്ട് വരണുണ്ടോയെന്ന്. കാരണം വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. ആദ്യം കഴിച്ച പേരയ്ക്ക നല്ല പേരയ്ക്കയായിരുന്നു, അടിപൊളി പേരയ്ക്കയായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം പോലും വവ്വാലോ അല്ലെങ്കിൽ പുഴുവോ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയത് ഒരെണ്ണം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാം പുഴുവാണ് തിന്നുന്നത്. പുഴുവും വവ്വാലും ഒക്കെ തന്നെയാണ് തിന്നുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതിനകത്ത് നോക്കിയപ്പോൾ നിറച്ച് പുഴുവായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് കളഞ്ഞു. പിന്നെ രാവിലത്തെ കാപ്പി എന്തുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ച് അമ്മയും ഞാനും അവസാനം ഒരു ഡിസിഷനിലെത്തി പൂരിയും മസാലക്കറിയും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പൂരിയുടെ പരിപാടിയൊക്കെ അമ്മയാണ്, കറിയും അമ്മയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ട് കയറി. എനിക്ക് ഈ വങ്കട മീനെന്ന് വെച്ചാലേ കണ്ടെടുത്താൽ കണ്ടുകൂടും. അത്രയ്ക്ക് ഇഷ്ടമല്ല വങ്കട മീൻ. പിന്നെ ചിലപ്പം അതൊക്കെ കാണത്തുള്ളൂ, അതുകൊണ്ട് ഗതികേട് കൊണ്ട് വാങ്ങിക്കുന്നതാണ്. ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല വങ്കട മീനിനോട്. ഈ മീനിൻ്റെ തല ഞാൻ കഴിക്കും, ചാറ് അത്ര തന്നെ. കഷ്ണം കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ എനിക്ക് എപ്പോഴും മീനിൻ്റെ ചാറ് അത്യാവശ്യമാണ് കേട്ടോ. കഷ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മീനിൻ്റെ അരപ്പെങ്കിലും എനിക്ക് വേണം, എങ്കിലേ ചോറ് ഇറങ്ങത്തുള്ളൂ എന്നുള്ളതാണ്. എനിക്കല്ലാതെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ചീരയൊക്കെ കഴിക്കും, അല്ലാതെ വേറെ അവിയൽ അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷേ ഒരു മീനിൻ്റെ കറി അതെനിക്ക് സൈഡിൽ വേണമെന്നാണ് നിർബന്ധം കേട്ടോ. അങ്ങനെ ഈ വങ്കട മീൻ കണ്ടിക്കാൻ ഭയങ്കര പാടാണ്. സാധാരണ അമ്മേരെ പെടലിക്കാണ് ഞാൻ വെച്ച് കൊടുക്കാറ്. ഇപ്പം അമ്മ ഇങ്ങനെ പൂരി കറികളൊക്കെ വയ്ക്കുന്നതുകൊണ്ട് അമ്മ തിരക്കായിട്ട് പിന്നെ ഞാൻ മീനിൻ്റെ മണ്ടയിൽ ചാടി വീണു. അപ്പോൾ സാധാരണ വെളിയിൽ കൊണ്ടുപോയിട്ടാണ് അമ്മ ചെയ്യുന്നത്, ഞാനായാലും വെളിയിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അകത്ത് വെച്ചാണ് ചെയ്തത്. കാരണം ഇന്നലെയൊക്കെ മഴയായിരുന്നു, അതുകൊണ്ട് മുറ്റത്തിറങ്ങാൻ നിവർത്തിയില്ല. അത്രയ്ക്ക് ചെളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കത് എന്തോ കണക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്ത് വെച്ച് കഴുകാമെന്ന് വിചാരിച്ചത്. പിന്നെ അകത്ത് വെച്ച് മീൻ കണ്ടിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തലവേദന തുടങ്ങി അവിടെ അത്രയും പിന്നെ വൃത്തിയാക്കി ഇടണം, അല്ലെങ്കിൽ ആ ഒരു മണം അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് പിന്നെ അവിടെ അത്രയും അങ്ങ് കഴുകി ഇടേണ്ടി വന്നു. പിന്നെ നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത്, അതായത് അടുക്കളയിലെ മുറ്റത്ത് നല്ല രട്ടിൻ്റെ പണിയാണ് കിട്ടിയത് നമുക്ക്. ഒരാളെ പണിക്ക് വിളിച്ച് സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മുറ്റത്ത് നമുക്ക് ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ചരളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളമൊന്നും കെട്ടി നിൽക്കില്ലായിരുന്നു. ആ പണി കഴിയുന്നതിന് ശേഷം വെള്ളമാണ് കെട്ടി നിൽക്കുന്നത്. വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ടായിരിക്കാം നമുക്ക് നല്ല രീതിയിൽ എട്ടിൻ്റെ പണിയാണ് കിട്ടിയത്. എന്നെങ്കിലും ഞാനിനി അവിടെ എന്നെങ്കിലും അല്ല, ഇന്നലെയും നല്ല വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ അടുത്ത വെള്ളക്കെട്ട് സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ ഇടാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ മോനോട്ട് ഉറക്കം എണീറ്റു. നല്ല കുട്ടിയായിട്ടാണ് എണീറ്റത്. സാധാരണ സ്കൂളിൽ പോകുമ്പം ഞാനും അവനുമായിട്ടുള്ള ബഹളം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതല്ലെങ്കിൽ സ്കൂളിൽ പോണ ദിവസം അവൻ ഭയങ്കര നാറയായിരിക്കും. പക്ഷേ സ്കൂളിൽ പോവാത്ത ദിവസം അവൻ രാവിലെ എണീക്കുകയും ചെയ്യും, നല്ല കുട്ടിയായിട്ട് എണീക്കുകയും ചെയ്യും കേട്ടോ. പഠിച്ച കള്ളനാണ് ആൾ. അങ്ങനെ എണീറ്റു.
എണീറ്റപ്പോഴത്തേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമ്മയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, തന്നെ ചിരിക്കുന്നുണ്ട്. ഇത് ഈ ചോറും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണ്ട, ആ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണ്ട, അപ്പോഴും കൊടുക്കുന്ന വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വോയിസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ചോറ് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചതാണ്. കാരണം നാളത്തേക്ക് മോട്ടറിന് സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ചോറ് തേങ്ങയിലേക്ക് എടുത്താൽ മതിയല്ലോ. കാരണം കുറേ ദിവസം കൊണ്ട് ചോറ് ഇത്തിരി വേസ്റ്റ് ആവുന്നുണ്ട്, ശകലം വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളയുന്നത് മാറ്റാലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് ചോറെടുത്ത് പിടിച്ച് വെച്ചേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എടുത്താൽ മതിയല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഊറ്റിപ്പോയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അമ്മ അവിടെ പൂരി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂരിയുടെ മസാലക്കറി, അതായത് ബീറ്റ്റൂട്ട് ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടല്ലോ, നമ്മൾ ഈ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോകുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ട് ഇട്ടിട്ടുള്ള കറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് അമ്മ റെഡിയാക്കിയതിന് ശേഷം ഇതാ പൂരിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അസൂട്ടോ മൂക്കടപ്പുണ്ടാ? ആ ഫാനും മൂക്കിൽ മരുന്ന് ഒഴിക്കണോ? മരുന്നുണ്ടല്ലോ. അത് തറയെടുത്തിട്ടാന്നല്ലോ. ഇത് നോക്കട്ടെ, അമ്മ നോക്കിയിട്ട് മരുന്ന് വീട്ടിൽ തരാം. അങ്ങനെ ഞാൻ എന്താ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മ അവിടെ പരത്തി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചുട്ടെടുക്കണം. അതിപ്പോൾ ചപ്പാത്തി ആയാലും പൂരി ആയാലും ഞാനായിരിക്കും ചുട്ടെടുക്കുന്നത്, അമ്മയായിരിക്കും പരത്തുന്നത്. അപ്പോൾ സാധാരണ പപ്പടക്കുത്തി വെച്ചാണ് പൂരി ഞാൻ മറിച്ചിടുന്നത്. അങ്ങനെ അമ്മ പറഞ്ഞു വേണ്ട, അത് ചിലപ്പം കണ്ണ് വീണ് കഴിഞ്ഞാൽ പിന്നെ പൊള്ളി ഇങ്ങനെ വരത്തില്ലെന്ന്. അപ്പോൾ അമ്മയ്ക്ക് എനിക്കൊക്കെ പൊള്ളി ഇങ്ങനെ വരണതാണ് ഇഷ്ടം. അങ്ങനെ അമ്മ പറഞ്ഞു പപ്പടക്കുത്തി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പപ്പടക്കുത്തി മാറ്റിയതിന് ശേഷം കണ്ണാപ്പ കൊണ്ടുള്ള തവിയുണ്ട്, അപ്പോൾ അത് വെച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമുള്ളതാണൊക്കെ എനിക്ക് തോന്നി. ഇവിടെ ഏട്ടനിപ്പോൾ ദുബായിലാണ്. ഏട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂരി ഇങ്ങനെ പൊള്ളി വരണത് ഏട്ടന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ചൊട്ടി ഇങ്ങനെ ഇരിക്കണം. അത് പപ്പടം ആയാലും ശരി അതങ്ങനെ തന്നെ ഇരിക്കണം. പൊള്ളി ഇങ്ങനെ പപ്പടം പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചിലപ്പോൾ കഴിക്കണമെങ്കിൽ ഇങ്ങനെ പൊള്ളി ഇരിക്കുന്ന പപ്പടമൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്ത് കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഓർക്കുകയും ചെയ്തു. ഞാൻ ഈ കാപ്പി പുറത്ത് പോകുമ്പോൾ സാധാരണ ഓർഡർ ചെയ്യുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ നല്ല കറിയാണ് കേട്ടോ. അതേപോലത്തെ കറിയാണ് ഇവിടെ ഇന്നിപ്പോൾ ചെയ്തത്. ബീട്രൂട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റായിരുന്നു. അതിൽ ഉണ്ടമുളക്, അതായത് തൊണ്ടമുളക് എന്നൊക്കെ പറയുമല്ലോ, മണമുള്ള അത് ഇടണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പൊതുവെ ഗോതമ്പിൻ്റെ ഐറ്റംസൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം ദാഹമാണ്. പിന്നെ അതുപോലെ തന്നെ എണ്ണയിലിട്ട ഐറ്റംസ് കഴിക്കണമെങ്കിൽ പിന്നെ പറയണ്ട, എപ്പോഴും ഒരു കുപ്പി വെള്ളം ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടന്നാൽ മതി. അത്രയ്ക്ക് വെള്ളം ദാഹമായിരിക്കും. എനിക്ക് ഭയങ്കര വെള്ളം ദാഹമാണ്. ഈ ഗോതമ്പ് പുട്ടൊക്കെ കഴിച്ചാൽ പിന്നെ പറയണ്ട, ഭയങ്കര വെള്ളം ദാഹമാണ്. ഇതിനിടയിൽ ഞാൻ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് മോനോട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ എണ്ണ എങ്ങാനും തെറിച്ച് അവൻ്റെ പെരത്തെങ്ങാനും വീഴുമെന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടാണ് കേട്ടോ ഞാൻ നിന്നത്. ചുമ്മാചുണ്ടെന്നല്ലേ നീ വേണമെങ്കിൽ ഉമ്മ വെച്ചോ. ആണ് നേരത്തെ ഉമ്മ വെച്ചോ. വീഡിയോസിൽ എല്ലാരും കാണട്ടെ എന്റെ കൊച്ചിക്ക് ഉമ്മ വെച്ചോ. എല്ലാരും കാണട്ടെ. വീഡിയോ കണ്ടിട്ട് എല്ലാരും പറയാൻ അഴുക ചെറുക്കണം. ടീച്ചറൊക്കെ പറയുമല്ലോ അമ്മയുടെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഉമ്മ വെച്ചു. ആ സമയത്ത് ഞാൻ അമ്മയുടെ തിരിപ്പ് കൊടുക്കാം. കള്ളക്കരച്ചിലെ കാര്യം എനിക്ക് അറിയൂടെ എന്റെ കൊച്ചിനെ. പൊന്നാണ് എന്റെ പൊന്ന്. കുഞ്ഞിനെ തുടങ്ങി കണക്ക്. നക്കരുത് നിനക്ക് വേണമെങ്കിൽ ഉമ്മ വയ്ക്കാൻ നക്കരുത്. എൻ്റെ മോൻ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്ത ചവിട്ടിക്കൊല്ലും എന്നുള്ള രീതിയാണ് കേട്ടോ. സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമായിരിക്കും. അതല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ ജമ്പുലിംഗമാണ് കേട്ടോ. പിന്നെ ആളെ സോപ്പിട്ട് നിൽക്കണം, അത് തന്നെയാണ് കാര്യം. പിന്നെ മോനോട്ടിനെ പല്ലൊക്കെ തേപ്പിച്ച് വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല മഴ. 9:30 മണിയായപ്പോൾ പേരും മഴ. അങ്ങനെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഞാൻ ഒരു അരമണിക്കൂറോട് കഴിഞ്ഞ് ഇറങ്ങൂലായിരുന്നു. അതിനുശേഷം പെയ്താൽ പോരേ, കാരണം ഇതിപ്പം മഴയത്ത് ഞാൻ നനഞ്ഞുകൊണ്ട് ഇറങ്ങി പോകണ്ടേ.
അങ്ങനെ മോനോട്ടൊരു കാപ്പി കൊടുക്കുന്ന സമയത്ത് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇനി സെപ്പറേറ്റ് ഒരു സമയം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് മോനോട്ടന് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു. മോനോട്ടൻ കഴിക്കാൻ ഭയങ്കര പാടാണ്. ഈ ഒരു ഐറ്റം വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചപ്പാത്തി, ഈ പറയും പോലെ പൂരി, ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ മോനോട്ടൻ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ കുറുക്ക് കുടിക്കണമെങ്കിലും എന്ത് ആഹാരം കഴിക്കണമെങ്കിലും ഒരു തവണ വായി വെക്കും, പിന്നെ വെള്ളം കുടിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആഹാരത്തിനേക്കാളും കൂടുതലും വെള്ളമാണ് അകത്തോട്ട് ചെല്ലണേ. വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ ആഹാരത്തിനിടയിൽ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ ഉള്ള ആ ഒരു ഒന്നാമതൊരു കുഞ്ഞ് സ്പേസല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അതിലൊട്ടും സ്പേസ് കാണത്തില്ല. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു ദുശീലമുണ്ട്. പിന്നെ കഴിക്കാൻ ഇപ്പോൾ ഇത്തിരി പോലെ എരിവൊക്കെ എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എരിയാണെന്ന് പറയും. അതായത് ഇഷ്ടപ്പെടാത്ത ആഹാരം. അതിപ്പം ഇഷ്ടമുള്ളൊരു ആഹാരമാണ്. എരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് കഴിക്കും. എരിയൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷേ ഇഷ്ടമല്ലാത്ത ആഹാരമാണെങ്കിൽ പിന്നെ അവൻ പറയും എരിയാണ് എനിക്ക് വേണ്ട, ചുണ്ട് നീറണ്, കവള് നീറണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അത് അവിടെ വെച്ച് നിർത്തും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുന്നു. ഇവരിപ്പോൾ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് പോകുമ്പം വെളിയിൽ ഇറങ്ങുമ്പം ചിലപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വല്ല ജ്യൂസ് അങ്ങനെ കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ മാക്സിമം എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് വയറ് വീപ്പിച്ചിട്ടേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര നടക്കുകയും ഇല്ല, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ അമ്മയുടെ കൂടെയാണ് പോകണമെന്നുള്ളത് കൊണ്ട് വലിയ സീൻ കാണത്തില്ല. ഞാനങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. മോനൂട്ടനെ അമ്മ റെഡിയാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഭയങ്കര കുഴപ്പമായിരിക്കും ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത്. കാരണം ഭയങ്കര കൊഞ്ചലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ ഇറങ്ങണ സമയമായപ്പം മോനോട്ട് അമ്മയെ നന്നായിട്ട് സോപ്പിടുന്നുണ്ട്. കാരണം അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ചട്ടമ്പിത്തരങ്ങളെല്ലാം മാറ്റി നല്ല കുട്ടിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് അമ്മയെ പിന്നെ സോപ്പിട്ട് അങ്ങ് നിന്നോളും. അങ്ങനെ പിന്നെ ഞാൻ റെഡിയായിട്ട് ഇറങ്ങുകയാണ്. 10 മണിക്ക് എനിക്ക് കയറണം. ഇവിടെ നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഞാനത് വക വയ്ക്കാതെ സ്കൂട്ടിയിലാണ് പോകുന്നത് കേട്ടോ. നടന്നു പോകാൻ ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ ഞാൻ ബാഗ് എടുത്തു, ഇറങ്ങി ചോറും കറികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കിടന്ന് തപ്പണത് കീ ആണ്. സ്ഥിരം പരിപാടിയാണ്. ഞാൻ കീ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വയ്ക്കും. സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ്. അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും, എവിടെയെങ്കിലും ഒരിടത്ത് കീ വെച്ചുകൂടെയെന്ന്. ഞാൻ കീ വയ്ക്കുമ്പം ഇന്ന സ്ഥലമല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ എല്ലായിടവും കൊണ്ടൊന്നും വയ്ക്കുന്നില്ല, അടുക്കളയിൽ നിന്നും കൊണ്ട് വയ്ക്കില്ല. ഒരു 3-4 സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 സ്ഥലം എന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പാർലറിലെത്തി 1-2 വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.